ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം പള്ളിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിനൊക്കെ ഒട്ടും സ്പേസ് ഇല്ല. കാരണം നിറച്ചും ബിൽഡിങ്ങുകളും അതിൻ്റെ നടുക്കൊക്കെ പാർക്ക് ചെയ്യണ സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിനൊക്കെ സ്പേസ് വളരെ കഷ്ടപ്പെട്ടാണ് കണ്ടെത്തിയത്. ഇപ്പോൾ മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മാർപ്പാപ്പയുടെ ഒരു ഫോട്ടോ കാണാം. ക്യൂബക് സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള നോട്ടർഡാം ക്യൂബക് ബസിലിക്ക കത്തീഡ്രൽ 1633 പണി പൂർത്തിയാക്കിയതാണ്. ഈ പള്ളി വൺ ഓഫ് ദി ഓൾഡസ്റ്റ് റോമൻ കാത്തലിക് ആർച്ച് ഡിയോസീസ് ഓഫ് കാനഡ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ പള്ളി ക്യൂബക്കിൻ്റെ ആദ്യത്തെ ബിഷപ്പും മിഷണറിയുമായ ബിഷപ്പ് സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പള്ളി എന്ന നിലയിലും വളരെ പ്രശസ്തമാണ്. പിന്നെ പാരമ്പര്യങ്ങളെയൊക്കെ പിന്തുടരുന്ന നന്മയും സ്നേഹവും നിറഞ്ഞ തലമുറയ്ക്ക് ഓർത്തു വയ്ക്കാവുന്ന പേരുകളാണ് ഈ പള്ളിയുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്ത ജീൻ ഫ്രാൻസിസ് ആൻഡ് ഹിസ് ഗ്രാൻഡ്സൺ തോമസ്. ഇവരുടെ പേരുകൾ എടുത്തു പറയേണ്ടതാണ്. കാരണം 3 തലമുറകളോളം കഠിനവും നിരന്തരവുമായ പ്രയത്നത്തിലൂടെ ഈ പള്ളിയുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് സ്വർഗതുല്യമാക്കിയിരിക്കുകയാണ്. ഈ പള്ളിയുടെ ഒരു സൈഡിലായി 1990 പണി കഴിപ്പിച്ച ഫ്യൂണറൽ ചാപ്പൽ കത്തീഡ്രലിൻ്റെ ഒരു ഭാഗമായി നിലനിൽക്കുന്നുണ്ട്. ഫൗണ്ടിങ് ഫാദർ ഓഫ് കാത്തലിക് ചർച്ച് ഇൻ കാനഡ ബിഷപ്പ് ഫ്രാൻസിസ് ഡി ലേവൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫ്യൂണറൽ ചാപ്പൽ ഇവിടെയാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം ഒരു ഷോർട്ട് സ്റ്റോറി പോലെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പ്രതീകമായി കാനഡയുടെ മണ്ണിൽ അങ്ങനെ നോട്ടർഡാം ബസിലിക്ക. കൂടെ ദൈവസ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളും Вы не видно? The back side, huh? I believe that. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗ്രേസ് എ സ്മോൾ വേൾഡ്.